അച്ഛനെങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചു. ഇല്ല ഞാൻ പാമ്പ് കടിച്ചതെന്ന്. ഞാൻ പറഞ്ഞു ഇന്നലെയൊക്കെ രാത്രിയൊക്കെ ഞാൻ ഇതിലൊക്കെ ഇറങ്ങി നടന്നത് കേട്ടോ. അല്ലെന്ന് ഇവിടെയൊന്നും അല്ല. ഞാൻ പറഞ്ഞു പിന്നെ എവിടെയാണ്? കാട്ടിലാണ്. അല്ലെന്ന് നിങ്ങൾ കിടന്ന ആ മുറിക്കത്ത് പുള്ളി ആ കട്ടിലേക്ക് കിടക്കുകയായിരുന്നു. ഒരു ഇരുട്ടാണ്, എൻ്റെ ടോർച്ചും കാണാനില്ല. എന്നിട്ട് ഞാനിങ്ങനെ എൻ്റെ ഇതുപോലത്തെ ചെറിയൊരു റീഡിംഗ് ലാമ്പുണ്ട്, അത് വെച്ചിട്ട് അടുത്തല്ലേ കാണാൻ പറ്റുള്ളൂ. ഇവർ തിരിച്ചു വരും. ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അതേ രാത്രി പുറത്തിറങ്ങണം, സൂക്ഷിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു എൻ്റെ പറ്റി ഇവിടെ ആണ്ട് ആ പുളിയിലൊരു കരടി വരുമെന്ന്. എന്ത് വരട്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് ഉറങ്ങും, അത്ര ഒരു വാതിലില്ല ഇതിന് പണ്ടാൽ ഈ വീടിന്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വാതിലുണ്ട്, ഞാൻ അടച്ചു കഴിഞ്ഞാൽ അതുപോലെ ഇങ്ങനെ തുറന്നു. കുളിക്കാനൊരു ബക്കറ്റ് വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട് അവിടെ, എല്ലാ ഇതിനോട് വലിയ ബക്കറ്റാണ്. അപ്പം ഞാൻ പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് ആ ബക്കറ്റ് എടുത്ത് തട വെച്ചതിന്. ഒരുപാട് സ്ത്രീകളുമായിട്ട് ഇടപെടേണ്ടി വരുന്ന ഒരാൾക്ക് അതിലൊന്നോ രണ്ടോ പേരുമായിട്ട് സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടായാൽ അതിൻ്റെ അകത്ത് എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഏറ്റവും പുതിയ പുസ്തകത്തിൽ നോക്കുമ്പോൾ വെൺചേട്ടൻ തന്നെ എഴുതിയിരിക്കുന്നതാണ്, വെറും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവിതത്തിൽ പലതും. വെറും എന്നുള്ളത് വേണ്ടതാണോ? ഭാഗ്യം കൊണ്ട് മാത്രമാണെന്നുള്ള ഈ മാത്രവും വേണ്ടതാണോ? ഭാഗ്യം കൊണ്ട് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ അല്ലേ? ഓക്കെ, വെറും എന്നുള്ളതും മാത്രം എന്നുള്ളതും മാറ്റിയിട്ട് വായിച്ചേ. ഭാഗ്യം കൊണ്ടാണ് ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ വായിച്ചാൽ മതി. ക്വയറ്റ് സിമ്പിൾ. അത് MT ആയിട്ടുള്ള സ്നേഹബന്ധത്തെ കുറിച്ച് എഴുതിയപ്പോഴാണ് അത് ആ ഒരു വാക്ക് കടന്നത്. അതെ അതെ, അത് ഒരിക്കൽ ഒരു നമ്മളതിനെ തള്ളി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഈ പലപ്പോഴും നമ്മൾ അർഹിക്കാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ ചിലപ്പം പിന്നെ അല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് ഭാഗ്യമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞാനീ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് വലിയ ഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞത് ആ ലൈനിലൊന്നും അല്ല ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ ഒരു ഫുട്ബോൾ കളിക്കാരൻ ഒരു ഗോൾ അടിക്കണമെങ്കിൽ കൃത്യം സ്ഥലത്ത് കൃത്യം സമയത്ത് കാലെ ബോൾ കിട്ടണം. അതിന് ഭാഗ്യമെന്നും പറയാം, ടാലൻ്റ് എന്നും പറയാം, പിന്നെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയാം, പലതും പറയാം. പക്ഷേ ആ ഭാഗ്യം ഇല്ലെങ്കിൽ ബോൾ കിട്ടുകയില്ല. അതിനെയാണ് ഞാനീ പറഞ്ഞത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ എന്നെ അപേക്ഷിക്കുന്നു, എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു, എനിക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല. ഞാൻ വെയിറ്റ് ലിസ്റ്റ് നമ്പർ 1 ആണ്. എന്നോട് വീട്ടിൽ പൊക്കോളാൻ പറയുന്നു. ഞാൻ വീട്ടിൽ പോയി 3 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറയുന്നു തിരിച്ചു വരാൻ പറയുന്നു. അപ്പോൾ തിരിച്ചു ചെന്നപ്പം നിങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ടെന്ന് പറയുന്നു. ഞാൻ തിരിച്ചു ചെന്നപ്പം എനിക്ക് കിട്ടിയ അഡ്മിഷൻ എന്ന് പറയുന്നത് അന്നവിടെ അത് ഈ ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള 3 കുട്ടികൾക്ക് അവിടെ വേക്കൻസി ഉണ്ട്, സീറ്റുണ്ട്. ഇത്തവണ അങ്കോളയിൽ നിന്നുള്ള 3 പേരാണ് വരേണ്ടിയിരുന്നത്, അവർക്കാണ് ഇത് കിട്ടിയത്. പക്ഷേ അങ്കോളയിൽ യുദ്ധമാണ്, സിവിൽ വാർ ആയതുകൊണ്ട് ആ 3 പേർക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെയാണ് എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത്. ഇതിൻ്റെ പേര് ഭാഗ്യം എന്നല്ല പിന്നെ നമ്മൾ പറയുന്നത് എൻ്റെ കഴിവുകൊണ്ടാണോ അങ്കോള യുദ്ധം ഉണ്ടായത്? അല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കരിയറിലൊക്കെ. അതെ, അല്ല അതിൽ തന്നെ എടുത്ത് ചിലപ്പോൾ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് ആദ്യം ഞാൻ ചേർന്നത് എഡിറ്റിങ്ങിലാണ്. അതും ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം എഡിറ്റിങ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി ഇതല്ല എൻ്റെ ഫീൽഡ്, എനിക്കിങ്ങനെ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന്. അല്ല അത് ഈ പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ചോയ്സാണ്, നമുക്ക് അതിൻ്റെ അത് കൺട്രോളുണ്ട്. വെറും ഭാഗ്യം എന്ന് പറയാൻ പറ്റുകയില്ല. എനിക്ക് എൻ്റെ കരിയറിൽ എനിക്ക് ഏറ്റവും വലിയൊരു ബ്രേക്ക് കിട്ടിയെന്ന് പറഞ്ഞത് ആദ്യമായിട്ട് മണിക്കോളിൻ്റെ മാട്ടി മനസ്സ് എന്ന സിനിമയാണ്. അത് എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാസ്സായ വർഷമാണ്, ഒരു കൊല്ലം കഴിഞ്ഞു. അപ്പം പിന്നെ ആ സിനിമ എനിക്ക് പിന്നെ കിട്ടുന്നത് മണിക്കോളിൻ്റെ സ്ഥിരം ക്യാമറമാനുമായിട്ടുള്ള വലിയ ഗ്രേറ്റ് ക്യാമറമാൻ വിളിക്കുന്ന KK മഹാജൻ ഷൂട്ട് ചെയ്യാറുന്ന പടമാണത്. ഇവർ തമ്മിൽ ഡേറ്റിൻ്റെ പേരിൽ ഒരു ഈഗോ പ്രശ്നം ഉണ്ടായതാണ്. പിന്നെ മണിക്കോൾ മഹാജനെ വെല്ലുവിളിച്ച് ഞാൻ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി ഏതെങ്കിലും ഒരു ചെറുക്കനെ പിന്നെ എടുത്തു. അങ്ങനെ തന്നെയാണ് എൻ്റെ അടുത്ത് മണി തന്നെ പറഞ്ഞത്. പുള്ളി വന്ന് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ വർഷം ഇറങ്ങിയ ഡിപ്ലോമ സിനിമകൾ കണ്ടു. എൻ്റെ സിനിമ കണ്ടപ്പോൾ പുള്ളിക്ക് ഇഷ്ടമായി, എന്നെ വിളിച്ചു. ഇത് ഭാഗ്യം എന്നുള്ളതിന് എന്താ പറയുന്നത്? ഇപ്പോൾ MD ആയിട്ടുള്ള റിലേഷൻ ആദ്യം പറയുമ്പോൾ തന്നെ അത് വളരെ എന്താ പറയുക, കുറേ സംയമനത്തോടെ ഒക്കെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും വികാരപരമായ ഒരു രംഗം മാത്രം വെച്ചുകൊണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിൽ എന്തെല്ലാം കഥകൾ ബാക്കിയുണ്ടാവും. നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ, ദയ എന്നുള്ള സിനിമ ഇവിടുത്തെ വെൺചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കഥ MDയുടെ, നിർമ്മാതാവും ഉണ്ട്, എല്ലാം ഉണ്ട്. ഒന്ന് ചെയ്യുക എന്ന് പറഞ്ഞ ഒരാൾ പറയുമ്പോൾ ഞാൻ എന്തിനാ എനിക്ക് കൂടുതൽ ചിന്തിക്കേണ്ടത്? ഞാൻ മഞ്ഞ് എന്ന് പറഞ്ഞ് MD ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൻ്റെ ഞാൻ അസിസ്റ്റന്റ് ക്യാമറമാനായിരുന്നു. അന്ന് മുതൽ എനിക്ക് അദ്ദേഹത്തിനെ അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് വെൺചേട്ടനെ അറിയാം. അപ്പോൾ കടവ് മുതലാണ് എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആയിരിക്കും ശ്രദ്ധിച്ചെന്നല്ല, എനിക്ക് കൂടെ കുറച്ചുകൂടെ അതെ. പക്ഷെ നിർമാല്യം മുതൽ തന്നെ വേൺചേട്ടൻ നിർമാല്യത്തിലൊന്നും ഞാനില്ല, ഫോളോ ചെയ്യുന്നുണ്ട് ആ സിനിമ എന്ന് പറയുന്നത് ഇല്ലേ? ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഉണ്ട്,
അത് എം ടി അറിയപ്പെടുന്ന ആളല്ലേ. ഞങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ളവർക്ക് വലിയ ഹരമില്ലായിരുന്നു ആ കാലത്ത്. ഇപ്പോഴും അതെ. പിന്നെ ഇപ്പോഴും എൻ്റെ പ്രായത്തിലുള്ളവർക്ക് ഹരമാണ്. ഞാൻ പറഞ്ഞു നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എം ടി എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാർ അല്ലേ. ആ സ്കൂളിൽ വെച്ച് കാണുന്ന ആ അനുഭവം ഒന്ന് പറയുമോ? എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞു, കോളേജ് തുറന്നിട്ടില്ല. നമ്മൾ സ്കൂളിൽ നിന്ന് പോയി. അപ്പോൾ എൻ്റെ കൂടെയുള്ള നമ്മുടെ രാജീവൊക്കെയാണ്. രാജീവ് മറ്റേ മോഹൻ ബാബുക്കെ അവരൊക്കെ 10ാം ക്ലാസ്സിലായുള്ളൂ. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ ഇങ്ങനെ എം ടി വാസുദേവൻ നായർ വരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ട് ഞങ്ങളെല്ലാം കൂടെ ഓടി ചെന്നു. അപ്പം നമ്മുടെ ശ്രീഹരി നായർ സാറുണ്ടല്ലോ, ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ നമ്മുടെ ഗോപാലകൃഷ്ണൻ്റെയും ശാരദകുട്ടിയുടെയൊക്കെ അച്ഛൻ, അവരുടെയൊക്കെ അച്ഛൻ. അന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റി. അന്ന് അദ്ദേഹം പിന്നെ എം ടി സാറ് നിർമ്മാല്യത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ. ഒരാഴ്ചയായിട്ടുള്ളൂ എൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറയാനായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം. അപ്പോൾ അതൊക്കെ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങളടുത്ത് പറഞ്ഞു, സംസാരിച്ച് ഇഷ്ടമായി പൊതുവെ ഞങ്ങളെയൊക്കെ. പിന്നീട് കാണുന്നത് ഈ മഞ്ഞിൻ്റെ ഷൂട്ടിംഗ് സമയത്താണോ? അതെങ്ങനെയുണ്ടായിരുന്നു? അസിസ്റ്റൻ്റായിട്ട് ഷാജി സാർ എന്ന് പറഞ്ഞു, എല്ലാവരും അതിനകത്തെ. ഷാജി സാറിൻ്റെ കൂടെ എൻ്റെ രണ്ടാമത്തെ പടം അത്. ആദ്യത്തെ പടം പോക്കുവെയിൽ എന്ന് പറഞ്ഞ പടമായിരുന്നു. പോക്കുവെയിൽ. അപ്പം അതിന് കാരണമായതും എഗെയിൻ ഒരു ദിവസം ഞാൻ നോക്കിയപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റോഡിൽ കൂടെ അരവിന്ദൻ നടന്നു വരുന്നു. ഞങ്ങൾ ബന്ധുക്കളാണ്, എൻ്റെ അമ്മയുടെ അടുത്ത ബന്ധുവാണ്. അപ്പം പിന്നെ പുള്ളിയുടെ കാഞ്ചന സീത സിനിമ കാണിക്കാൻ വന്നതാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത്, എനിക്ക് ബന്ധു എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് കുറച്ച് അകൽച്ചയുണ്ടെന്ന്. കാരണം അദ്ദേഹം കോഴിക്കോട് തിരുവനന്തപുരത്തൊക്കെ ആയിരുന്നു, കോട്ടയത്തില്ല. അപ്പോൾ ഞാൻ ചെന്ന് ഇങ്ങനെ ചോദിച്ചു, ഇനി ഞാൻ പിന്നെ എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, അടുത്ത പടത്തിൽ എന്നെ ഒന്ന് അസിസ്റ്റൻ്റായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞു, ഞാൻ ഷാജിയോട് ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഒരു 10 ദിവസം കഴിഞ്ഞാൽ, 10 അല്ല, ഒരു മാസം കഴിഞ്ഞാൽ പോക്കുവെയിലെ ഷൂട്ടിംഗ് ഉള്ളതാണ്. എന്നോട് വരാൻ പറഞ്ഞു. തീർച്ചയായിട്ടും മഞ്ഞ എന്ന സിനിമ ഒരുപാട് വിഷ്വലി ആണെങ്കിലും അതിൻ്റെ ഒരു ഇൻഡെപ്ത് ആണെങ്കിലും ഒരുപാട് സഹായകമായില്ലേ? അതിൻ്റെ അനുഭവങ്ങൾ ആ സമയത്തൊക്കെ നമുക്ക് എന്നെ പോലത്തെ ഒരാൾക്ക് ഇതിൻ്റെ അകത്തുള്ള ഒന്ന് വെച്ചാൽ, എൻ്റെ ജോലി, ഞാൻ അസിസ്റ്റൻറ്റ് ക്യാമറമാനാണ്, ഞാനൊരു അസിസ്റ്റൻ്റേ ഉള്ളൂ. എൻ്റെ ജോലി എന്ന് പറയുന്നത് ക്യാമറ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് വേറെ ഒന്നും വിഷയമല്ല അവിടെ അപ്പം. പക്ഷേ എല്ലാത്തിനും നമ്മൾ കൂടും. ചില ആളുകൾ വളരെ സ്ട്രിക്റ്റായിട്ട് പോകാതിരിക്കും, അത് നമ്മുടെ ജോലിയല്ല എന്നുള്ള മട്ടിലിരിക്കും. ഞാനൊരിക്കലും ഒരു പടത്തിന് ഒരു ആക്ടറുടെ കയ്യിൽ നിന്ന് തോർത്ത് വേണ്ടെന്ന് ഞാൻ തോർത്ത് നീ വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ അടുത്ത്, എനിക്ക് വലിയ പരിചയമില്ലാത്ത ഒരാളാണ്, ഈ തോർത്ത് അങ്ങോട്ട് കൊടുത്തു. അയാൾ വാങ്ങിച്ചില്ല. അയാൾ കോസ്റ്റ്യൂമറെ വിളിച്ചു. ഞാൻ പറഞ്ഞു, കോസ്റ്റ്യൂമറെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇയാൾക്കത് കൊണ്ടങ്ങോട്ട് കൊടുത്താൽ പോരെ. അനങ്ങാതെ പോയി. അന്ന് ഞാൻ പറഞ്ഞു വിട്ടു. നമ്മൾ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു പോയി, കുറച്ച് കട്ട് ചെയ്തിട്ടാണെങ്കിലും, രാജീവ് ഉണ്ടായിരുന്നു കൂടെ എന്ന്. അങ്ങനെ രാജീവ് വിജയരാഘവൻ എന്ന് പറഞ്ഞ ആളെ നമുക്ക് അങ്ങനെ കുറച്ചും കൂടി വിപുലമായ ഒരു സൗഹൃദത്തിന്റെയും കൂടെ. രാജീവിന്റെ സിനിമയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. രാജീവ് ഒരു ഫീച്ചർ സിനിമ എടുത്തല്ലോ, അതിന് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതല്ലേ? അതെ അതെ അതെ. ഭരണങ്ങാനം എന്നാണ് എൻ്റെ പേര്. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റർ അൽഫോൻസ എന്നുള്ള ഒരു, അത് നമ്മുടെ ഡിജോ കാപ്പൻ ആയിരുന്നു എൻ്റെ ഡിജോയുടെ പിന്നെ എന്താണ് അത് കഴിഞ്ഞിട്ട് സെയിൻ്റ് ആകുന്നതിന് മുമ്പ് സെയിൻ്റ് ആകും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഒരു സിനിമ ഉണ്ടാക്കാം എന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അതിന് ഈ രാജീവിൻ്റെ ഒരു അനാസ്ഥ അല്ലെങ്കിൽ അവൻ്റെ ഒരു താല്പര്യക്കുറവ് എന്താണെന്ന് എനിക്കറിയാം. അവനത് ഒട്ടും അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനോ ആളുകളെ, അത് തന്നെയാണ് ഈ ഇതിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. മാർഗത്തിൻ്റെ കാര്യത്തിലും. മാർഗം ഒന്ന് യൂട്യൂബിൽ പോലും വരുന്നത് ഒരു കൊല്ലം മുമ്പ്. അത് പല ആളുകൾക്കും അത് വിഷമം ഉണ്ടാക്കിയ കാര്യമാണ്. കാരണം വെച്ചാൽ പിന്നെ പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് നെടുമുടി കാണിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കാണാൻ പറ്റിയിരുന്നില്ല ആർക്കെങ്കിലുമൊക്കെ ഒന്ന്. പുള്ളിക്ക് വലിയ ഇഷ്ടമുള്ള സിനിമയായിരുന്നു. പുള്ളി ചെയ്ത ഏറ്റവും നല്ല റോളുകളിലൊന്നാണെന്ന് പുള്ളി എപ്പോഴും പറയുന്നത്. മാർഗം എല്ലാ അവാർഡുകൾ ഉൾപ്പെടെ എല്ലായിട്ട് നിങ്ങൾക്ക് ഇല്ല, അങ്ങനെ വലിയ അത് ആളുകൾ കണ്ടിട്ടില്ല. അവാർഡൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ഞാൻ പറഞ്ഞത് ലോകം മുഴുവനുള്ള എല്ലാവരും കാണണമെന്നൊന്നുമില്ല, കുറച്ച് പേരെങ്കിലും കാണണ്ടേ നമുക്ക്. അതങ്ങനെ ഈ നമ്മുടെ ഒരു ഫ്രണ്ട്ലി സർക്കിൾ, നമ്മുടെ ഒരു കിച്ചൺ ക്യാബിനറ്റ് മാത്രം കണ്ടിട്ട് കാര്യമില്ല. ഇപ്പം അതൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ. അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ പെട്ടെന്ന് ജം പോകുന്നുണ്ട്. മണിക്കോളിൻ്റെ അടുത്തേക്ക് ചെറിയ കുട്ടിയായിട്ട് ചെല്ലുമ്പോൾ ഒരു ഭീതി തോന്നിയിട്ടുണ്ട്. പിന്നില്ല, സംഭവം എന്താ വെച്ചാൽ, ഈ ഷൂട്ടിനൊരു 2 മാസം മുമ്പ് ഞാൻ പുള്ളിയുടെ കൂടെ കൂടി. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ കാലഘട്ടമൊക്കെ വളരെ സൗമ്യമായിരുന്നു. പക്ഷെ ഷൂട്ട് തുടങ്ങുമ്പോൾ കളി മാറും. കാരണം ഇന്നത്തെ പോലെ മോണിറ്റർ പരിപാടികളൊന്നും വന്നില്ല. എനിക്ക് മാത്രമേ ഇത് കാണാവുള്ളൂ. ഇപ്പോൾ ഈ ക്യാമറയിൽ നോക്കുന്ന അവിടെ ചുറ്റും നിൽക്കുന്നവർക്കെല്ലാം കാണാം. മണിക്കൂറിലാണെങ്കിൽ ക്യാമറ കൊണ്ട് മാത്രം, ഷോട്ട് കമ്പോസിങ് കൊണ്ട് മാത്രം സിനിമ ഉണ്ടാക്കുന്നയാൾ. പുള്ളിക്ക് ഒരു ഫ്രെയിം ഇങ്ങനെയുള്ളത് ഇങ്ങനെ കഴിഞ്ഞാൽ പുള്ളിക്ക് പറ്റിയില്ല.
പുള്ളി കാണുന്നത് എന്താണെന്ന് ഞാൻ അങ്ങനെ അറിയും. അപ്പോൾ ഈ ആദ്യത്തെ ദിവസം ധാരാവിൽ അവിടുത്തെ ആ ചേരിയിൽ സ്ലമ്മിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. 10 മണിയാക്കി ആയപ്പോഴത്തേക്കും, രാത്രി 10 മണിയായപ്പോഴത്തേക്കും ഞങ്ങളൊരു 13 ടേക്ക് എടുത്ത് കാണും. ആദ്യത്തെ ടേക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു ഓക്കെ ആണോന്ന് ചോദിച്ചു. എനിക്ക് ഓക്കെ ആണെന്ന് പറയാനുള്ള ധൈര്യമില്ല. എന്നാൽ ഒന്നുകൂടെ എടുക്കാമെന്ന് പറഞ്ഞു. അതും ഓക്കെയാണ്, അതും പറയാൻ ധൈര്യമില്ല. അങ്ങനെ 13 ടേക്ക് ഞാൻ ഓക്കെ ആണോ അല്ലെന്ന് പറയാൻ ധൈര്യമില്ലാതെ ഇരുന്നിട്ട് പുള്ളി മതിയാക്കി. എന്നിട്ട് ബ്രേക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു ഇന്ന് എൻ്റെ ജോലി പോയി. കാരണം എനിക്കൊരു അഭിപ്രായമില്ല, എനിക്കിത് ഓക്കെ ആണോ അല്ലെന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ വെച്ച് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്ക് അറിയാം ഈ പുള്ളിയുടെ അസിസ്റ്റൻസ് എടുത്തപ്പോൾ അയാളുടെ അടുത്തുനിന്ന് പറയുന്നു ഓക്കെ എന്ന് പറയാൻ അവൻ്റെ അടുത്തുനിന്ന്. പിന്നെ പിറ്റേ ദിവസം മുതൽ ഞാൻ ലൈൻ മാറ്റി. ഞാനങ്ങ് ധൈര്യം അവലംബിച്ചു. അല്ല എന്ത് ചെയ്യാൻ. എന്നിട്ട് ഈ ഫസ്റ്റ് എടുത്ത ടേക്ക് തന്നെയാണ് പുള്ളി പടത്തിൽ ഉപയോഗിച്ചത്. പിന്നീട് ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇപ്പം മഹാജൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തെക്കുറിച്ച് എഴുതുമ്പോൾ തന്നെ അദ്ദേഹത്തെ തന്നെയാണ് ഈ ഒരു പ്രത്യേകിച്ചൊരു ടോണിലുള്ള അങ്ങനത്തെ സിനിമയൊന്നുമില്ല, അങ്ങനത്തെ ഏത് സിനിമയും ചെയ്യും എന്നുള്ള മഹാജൻ കെ മഹാജൻ എൻ്റെ അഭിപ്രായത്തിൽ പുള്ളി ഒരു ട്രെൻഡ് സെറ്ററായിരുന്നു. ട്രെൻഡ് സെറ്ററല്ല, ഒരു കൾട്ട് ക്യാമറമാൻ ആയിരുന്നു പുള്ളി. എല്ലാ ഞാൻ എൻ്റെ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായ ക്യാമറാമാന്മാരെ ബഹുമാനിക്കാൻ ഇൻഡസ്ട്രിയെ പഠിപ്പിച്ചത് കെ മഹാജനാണ്. പുള്ളി ഈ പറഞ്ഞ പോലെ ഒരു വിട്ടുവീഴ്ചയില്ലാത്തൊരു മനുഷ്യനായിരുന്നു. പക്ഷേ അവസാനം ക്യാൻസറായി, ശബ്ദം പോയി, ഭയങ്കര മോശം അവസ്ഥയായിരുന്നു. പുള്ളിക്കൊക്കെ ശബ്ദം പോകുന്നതൊക്കെ പറഞ്ഞാൽ അത് ചിന്തിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. 60 വയസ്സങ്ങണ്ടായപ്പോൾ രാവിലെ ഒരു വണ്ടി എടുത്ത് യാത്ര പോയ ഒരാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെയാണ്. 60 വയസ്സായപ്പോൾ എനിക്ക് തോന്നി, 60 വയസ്സിന് തൊട്ട് മുമ്പ് 60 വയസ്സായി നമ്മൾ എന്നാ ചെയ്തിട്ടുള്ളത് ഈ സിനിമ ലൊക്കേഷൻ കറങ്ങിയിട്ടുള്ളതല്ലാതെ. എന്നാലോചിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് യാത്രകളൊക്കെ, ചെറിയ യാത്രകളും, കുറച്ച് ഫോട്ടോ എടുക്കാം എങ്ങോട്ടെങ്കിലും പോയി. അപ്പോൾ എവിടെയാണ് ഫോട്ടോ എടുക്കാൻ പോയിട്ടില്ലാത്ത സ്ഥലങ്ങളാലോചിച്ചു. ഇപ്പോൾ കർണാടക, നോർത്തേൺ കർണാടക ഞാൻ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൊച്ചു വണ്ടിയായിട്ട് ഒരു 20-25 ദിവസം ഒരു 6000-7000 കിലോമീറ്റർ ഓടിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഉറപ്പില്ല എന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ള കാര്യം. അത് സാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സാധിച്ചു മാത്രമല്ല, നല്ല കുഴപ്പമൊന്നുമില്ലാതെ, ആർക്കും വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തിരിച്ചെത്തി എന്ന് പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷകരമായിരുന്നു. ഞാനിത് വെറുതെ ഇതിപ്പോൾ പുസ്തകം എഴുതാനോ ഒന്നും ആലോചിച്ചിട്ടില്ല. അപ്പം പിന്നെ എനിക്കന്ന് ഫേസ്ബുക്കുണ്ട്, ഇപ്പോൾ ഇല്ല. അപ്പം ഞാൻ അന്ന് ഫേസ്ബുക്കിൻ്റെ അകത്ത് ചുമ്മാ ഇനി പോയിട്ട് വന്നിട്ട് ഒരു 10 വരി ഇങ്ങനെ ഇന്ന സ്ഥലത്തൊക്കെ പോയിരുന്നു, അതിലും ഭാഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് മറ്റുള്ളവർക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടാകാതെ തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ എഴുതിയിരുന്നു. അപ്പം ഇത് വായിച്ചിട്ട് എൻ്റെ അടുത്ത് ഈ യാത്രാ മാഗസിൻസില്ലേ, ഈ മറ്റേ മാതൃഭൂമിയുടെയും മനോരമയുടെയും വേറെ മറ്റേ ഉണ്ടല്ലോ, അവർ 2-3 പേര് എന്നെ വിളിച്ചു. കുറച്ച് ഫോട്ടോ തന്നിട്ടൊരു ചെറിയൊരു ഇതായിട്ട് ഞങ്ങൾ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ശരി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം എന്നെ മനില വിളിച്ചു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത് പിന്നെ ഇതൊരു ഞങ്ങൾക്കൊന്ന് മാതൃഭൂമിക്ക് എഴുതിത്തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എഴുതാനൊന്നും അറിയാൻ വയ്യ, മാതൃഭൂമി അത് എളുപ്പമല്ലെന്ന് പറഞ്ഞു. മനില പറഞ്ഞു അങ്ങനെയാണ് ഒരു കാര്യം ചെയ്താൽ മതി, എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മതി, ഞാനൊരാളെ അറേഞ്ച് ചെയ്യാം, അത് പറഞ്ഞു കൊടുത്താൽ മതി, പുള്ളി എഴുതിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട, അത് വീട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഉപേക്ഷിച്ചു. പിറ്റേ ദിവസം രാവിലെ എനിക്കറിയാവുന്ന ഒരാളാണ്, പുള്ളി വളരെ സുസ്മേരവതനായിട്ട് റെഡിയായിട്ട് വന്ന് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് പിന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഞാൻ മല്ലെ വിളിച്ചിട്ട് മല്ല ഇത് എനിക്ക് ഒട്ടും ശരിയാകില്ല, ഇത് പിന്നെ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നിപ്പോൾ മല്ല പറഞ്ഞു അങ്ങനെയാണ് സ്വന്തമായിട്ട് എഴുതി നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു ആഴ്ച തന്നാൽ ഒരു ശാഖല 1 പേജോ വല്ലതും എഴുതി നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല. ആദ്യത്തെ ഒരു വരി എഴുതാൻ കുറേ സമയം എടുത്തു, ദിവസം എടുത്തു. ശേഷം പിന്നെ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. പിന്നെ ഇവരൊക്കെ ഇത് വായിച്ചിട്ട് കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. അതെനിക്കറിയാം, ആദ്യമായിട്ടൊരു പുസ്തകം എഴുതുമ്പോൾ നമ്മളെപ്പോലത്തെ ഒരാളെന്നിട്ട് ആരും ഇത് പ്രതീക്ഷിക്കുന്നില്ല. നമ്മളൊക്കെ ഈ സിനിമാക്കാരെന്ന് പറഞ്ഞാൽ പൊതുവെ മന്ദബുദ്ധികളാണെന്നുള്ളൊരു തോന്നലുണ്ടല്ലോ സാഹിത്യകാരന്മാർക്കും പൊതുജനങ്ങൾക്കൊക്കെ. അത് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഒരു സിനിമ അതിനൊരു സർട്ടൻ രേഖയ്ക്ക് അപ്പുറത്താണ് അത്. ഇത് കുഴപ്പമില്ല. അപ്പം എനിക്കറിയാം രണ്ടാമത്തെ പുസ്തകത്തിന് ഇത് കിട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് വളരെ ശ്രദ്ധിച്ചാണ് ഞാനത് ചെയ്തത്. മറ്റേത് പിന്നെ പോലെ അല്ല. രണ്ടാമത്തേതിൽ കുറച്ചുകൂടെ ഞങ്ങൾ ആ യാത്ര ചെയ്യുന്ന വ്യക്തിയെ അറിയുന്നുണ്ട്, വ്യക്തിയുടെ ഫീൽ അറിയുന്നുണ്ട്.
നോവുകൾ അറിയുന്നുണ്ട്, ഭീതികൾ അറിയുന്നുണ്ട്, കുറേയും കൂടി തെളിയുന്നുണ്ട് അതിനകത്ത് ഇല്ലേ? ശരിയായിരിക്കും, എനിക്കറിയാമേ. നമുക്ക് ജഡ്ജ് ചെയ്യാനൊന്നും പറ്റിയില്ല നമ്മുടെ കാര്യങ്ങൾ. എനിക്കറിയാമോ, ഞാൻ എൻ്റെ ഒരു സിനിമ ഞാൻ വീണ്ടും കാണാറില്ല. പുസ്തകം വായിച്ച് നോക്കാറുണ്ട്, കാരണം എന്ന് വെച്ചാൽ വല്ലപ്പോഴൊക്കെ എടുത്ത് നോക്കും. നഗ്നരും നരഭോജികളും ഈ കുട്ടിയുടെ അടുത്ത് നിന്ന് പോയപ്പോൾ എനിക്ക് സങ്കടം വന്നെന്നും പിന്നീട് മേടിച്ചിട്ട് ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞായിരുന്നു. പിന്നെ പുസ്തകത്തിൽ എഴുതി ആ ഒരു അനുഭവം എന്ന് പറയുമോ? അതൊന്നും ഇല്ലെന്ന്, ഞാൻ അതിൻ്റെ അത് എഴുതിയിരിക്കുന്ന പോലെ തന്നെയാണ്. അത് നമ്മളോട് ചെന്ന് നിൽക്കുമ്പോൾ ഒരു പയ്യനോട് ഒപ്പുണ്ട്, ഞാനും എൻ്റെ ഒരു ഫോട്ടോ എടുത്ത്. അവന് സംസാരിക്കാൻ വയ്യ, പക്ഷെ അവന് കേൾക്കാം. മറ്റേ ഡെഫ് ആൻഡ് ഡംബ് അല്ല, അവൻ മ്യൂട്ട് മാത്രമാണ്. അവന് കേൾക്കാം, പക്ഷെ അവന് പറയാൻ പറ്റില്ല. ഇത് വലിയ നമുക്കിത് മനസ്സിലായില്ല. ഏത് സ്ഥലത്തായിരുന്നത് ഇത്? മറ്റേ ആന്ധ്രാപ്രദേശിലെ ഗോദാവരി, മറ്റേ പോളാവരം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവൻ എൻ്റെ അടുത്ത് കാണിച്ചൊരു സ്നേഹം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ എഴുതിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ആരും ഇങ്ങനെ ഇത്രയും സ്നേഹിച്ചിട്ട് ഇങ്ങനെ അടുത്ത് നിന്ന് ഇങ്ങനെ നമുക്കത് ഫീൽ ചെയ്യും, നമുക്കത് വൈബ്രേറ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. അവൻ ആരും ഇല്ലെന്നേ, അതാണ്. അച്ഛനും ഇല്ല, അമ്മയില്ല, അവരെ അമ്മമ്മയാണ് നോക്കുന്നത്. അവർക്ക് നല്ല പ്രായം, എന്ത് ചെയ്യാനാ? എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നിയിട്ടുണ്ട് ചുമ്മാ ഒന്നുകൂടെ അതിൽ നിന്ന് പോകണമെന്ന്. പക്ഷേ അങ്ങനത്തെ പരിപാടികൾ നടക്കില്ല, ജീവിതത്തിൽ നടക്കില്ല. കൊറോണ കാലത്തിരുന്ന് ഇത് എഴുതുമ്പോൾ പലരെയും തിരിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് പക്ഷെ അതൊക്കെ ഫോണൊക്കെ ഉള്ളവരല്ലേ. ഈ പയ്യന് അതൊന്നും ഇല്ല, ഇതൊക്കെ പാവങ്ങളല്ലേ. പിന്നെ വേറൊന്നും അതിനകത്ത് എനിക്ക് ഇത്തിരി വന്നത്, തലേദിവസം വരെ ഉറങ്ങി വീട്ടിൽ നിന്ന് ചെല്ലുമ്പോൾ ആ അനുഭവം കൂടെ. ഒരു വീട്ടിൽ മേടിച്ചേട്ടൻ ഭയങ്കര നല്ല വീട് എന്നൊക്കെ പറഞ്ഞൊക്കെ, ഒറ്റപ്പെട്ട വീട്, വളരെ സമാധാനമായിട്ട് ഇറങ്ങിയപ്പോൾ അത് തന്നയാൾ എന്ന് പറയാം എൻ്റെ അച്ഛൻ മരിച്ചു. അതങ്ങനെയല്ലത്. അതായത് ഞാനൊരു ഹോട്ടലാണ് താമസിച്ചിരുന്നേ. അതൊരു അവിടെയുള്ള ഈ ബസ്തറിൻ്റെ ഉള്ള ഒരു ഏക ടൗൺ എന്ന് പറയുന്നത് അതാണ്. അവിടെ താമസിച്ചിട്ട് അവിടുന്ന് നമ്മൾ ദിവസവും 50-60 കിലോമീറ്ററൊക്കെ പോയിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് തിരിച്ച് അവിടെ തന്നെ വരിക. കുറേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കിത് മടുത്തു. 2-4 ദിവസമായി കാണും. ഞാൻ എൻ്റെ നമ്മളവിടെ ഞാൻ ഒരാളെ അവിടെ പോയി പരിചയപ്പെട്ട ആൾ എൻ്റെ കൂടെ ഗൈഡായിട്ട് ഇടയ്ക്കൊക്കെ വരികയൊക്കെ ചെയ്യുന്നു. ഇന്നുമല്ല, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ ഇയാളുടെ ഞാൻ പറഞ്ഞു, എനിക്ക് ഏതെങ്കിലും ഒരു വില്ലേജിൽ എവിടെയെങ്കിലും പോയി താമസിച്ചാൽ കൊള്ളാമെന്ന്, ടൗൺ എനിക്ക് മതിയായി എന്ന് പറഞ്ഞു. അങ്ങനെ നടക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് വില്ലേജ് എന്നൊക്കെ പറഞ്ഞാൽ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി അയാൾക്ക് ഈ മറ്റേ പിന്നെ ഈ ഇവരുമൊക്കെ ആയിട്ട് ഈ ഗോണ്ടുകളൊക്കെ ആയിട്ട് അത്യാവശ്യം ഭാഷയൊക്കെ അയാൾക്ക്. പിന്നെ അയാൾ അവിടുത്തുകാരനല്ല, അയാളൊരു ബീഹാറി മുസ്ലിമാണ്. അപ്പോൾ ഇയാൾ എന്നെ ഒരു വില്ലേജ് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഇതിനേക്കാളും കഷ്ടം, ടൗണിനേക്കാളും കുഴപ്പം പിടിച്ചൊരു സ്ഥലം. 10-20 പേരുള്ളൊരു വീടും ഭയങ്കര ഒച്ചയും ബഹളവും. തൊട്ടടുത്തുകൂടി ഇങ്ങനെ ഈ മലയാളെല്ലാം ഈ അയണോറുള്ള സ്ഥലമാണ്. പൊടി എന്ന് പറഞ്ഞാൽ ചുമന്ന പൊടിയാണ് ഇങ്ങനെ. ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് ശരിയാകില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എനിക്ക് എവിടെയായാലും മതി, ഒരു സൗകര്യവും വേണ്ട. പക്ഷേ ആളില്ലാത്തൊരു സ്ഥലം കൊണ്ടുപോകുന്നു ചോദിച്ചു. ഇടിഞ്ഞു പൊളിഞ്ഞ വീടോ ആള് താമസം ഇല്ലാത്തതോ അങ്ങനെ വല്ലതൊക്കെ കാണുന്നില്ല വല്ലയിടത്തുമൊക്കെ. അപ്പോൾ അവിടുത്തെ പയ്യൻ എൻ്റെ അടുത്ത് ഒരു സ്ഥലം ഉണ്ടെന്ന് എൻ്റെ ഇവൻ പറഞ്ഞു. ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് പോകാനിരിക്കുക. തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞങ്ങൾ വൃത്തിയാക്കി ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും യാത്ര ചെയ്യാൻ ഞങ്ങൾ അത് വൃത്തിയാക്കി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ശരിക്കും ഇങ്ങനെ വെള്ളം മഴ പെയ്ത ചോരുന്ന ടൈപ്പ് ഒരു പഴയ ഓടൊക്കെ ഇട്ട് മണ്ണുകൊണ്ടുണ്ടാക്കിയൊരു വീടാണ്. രാത്രി ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്തെ സംഭവമൊന്നും മനസ്സിലായി. ഞാനവിടെ 2-3 ദിവസം ഞാനവിടെ താമസിച്ചു. അപ്പം ഞാൻ ആദ്യം പോയ വീട്ടിൽ ഒരുപാട് ആളുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരുടെ ഒരു കല്യാണം വരാൻ പോവുക. അപ്പോൾ അവിടുത്തെ പ്രധാന ആൾ എന്നെ ക്ഷണിക്കാൻ വേണ്ടി ഇവിടെ വന്നു, കല്യാണത്തിന് ക്ഷണിക്കാൻ രാവിലെ. പുള്ളിയുടെ വീടായത്. അവരുടെ അച്ഛനും അമ്മയും എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അമ്മ ഇങ്ങോട്ട് മറ്റേ കുടുംബത്തിലോട്ട് കൊണ്ടുപോയി. അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അച്ഛൻ എത്ര കാലമായി മരിച്ചിട്ട്? അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 6 മാസമായി കാണും, കഴിഞ്ഞ മഴക്കാലത്തായിരുന്നു പറഞ്ഞു. ഇപ്പോൾ അതുവരെ എവിടെയായിരുന്നു താമസം? അതെ അതെ അതെ. അച്ഛൻ എങ്ങനെയാണ് മരിച്ചതെന്ന് ഞാൻ ചോദിച്ചു. ഇപ്പോൾ ഞാൻ പാമ്പ് കടിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്നലെയൊക്കെ രാത്രിയൊക്കെ ഞാൻ ഇതിലൊക്കെ ഇറങ്ങി നടന്നത് കേട്ടോ. അല്ലെന്ന് ഇവിടെയൊന്നും അല്ല. ഞാൻ പറഞ്ഞു, പിന്നെ എവിടെയാണ്? കാട്ടിലാണ്. അല്ലെന്ന് നിങ്ങൾ കിടന്ന ആ മുറിക്കത്ത് പുള്ളി ആ കട്ടിലേ കിടക്കുകയായിരുന്നു. അവിടെ പാമ്പ് കയറി ഒന്ന് കടിച്ചു. ഇപ്പം പുള്ളി അറിയാമായിരുന്നു ഇത് രക്ഷയില്ല. മറ്റേ പിന്നെ കിരായത്തെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ ഈ അതിന് കിരായത്തെന്നാണ് അവിടെ പറയുന്നത്. കിരായത്തായതുകൊണ്ട് പുള്ളിക്ക് അറിയാമായിരുന്നു രക്ഷയില്ല. അതുകൊണ്ട് പുള്ളി താണ്ട് ആ കിടക്കുന്ന കട്ടിലല്ല, പുറത്തൊരു കട്ടിലവിടെ കൊണ്ട് അവിടെ കയറി കിടന്ന് ഉച്ചയായപ്പോൾ മരിച്ചു എന്ന് കൂളായിട്ട് പറയുക. നിങ്ങൾ ആ പാമ്പ് ചിലപ്പോൾ ഇപ്പോഴും അവിടെ കാണും. എന്ത് ചെയ്യാൻ? അല്ല, എനിക്ക് അന്നും പോകാൻ പറ്റില്ല. എനിക്ക് ഒരു ദിവസം കൂടെ അവിടെ കിടക്കണം. അതിനും പുറമെ വേറൊരു ആദ്യം വന്ന ആൾ എന്നെ കൊണ്ട് അവിടെ വിട്ട്
ഞാൻ കാറിലാണ് വരുന്നത്, ഒരു പാടത്തോടൊക്കെ വേണം കാർ ഓടിച്ച് വരാൻ. അപ്പോൾ ഇവർ ബൈക്ക് ഫ്രണ്ടിൽ പോവുക രണ്ടുപേര്, എനിക്ക് സ്ഥലം കാണിച്ചു തരാം രാത്രി ആദ്യം ഫസ്റ്റ് ഡേ. ഇവർ പോയിട്ട് തിരിച്ചു വന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറ്റാക്കൊരു ഇരുട്ടാണ്, എൻ്റെ ടോർച്ചും കാണാനില്ല. എന്നിട്ട് ഞാനിങ്ങനെ എൻ്റെ ഇതുപോലത്തെ ചെറിയൊരു റീഡിംഗ് ലാമ്പുണ്ട്, അത് വെച്ചിട്ട് അടുത്തല്ലേ കാണാൻ പറ്റുള്ളൂ. ഇവർ തിരിച്ചു വരും. ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അതേ രാത്രി പുറത്തിറങ്ങണം, സൂക്ഷിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു എൻ്റെ പറ്റി ഇവിടെ ആണ്ട് ആ പുളിയിലൊരു കരടി വരുമെന്ന്. ഞാൻ പറഞ്ഞു ശരി, മൂത്രമൊഴിക്കാൻ പുറത്തിറങ്ങാൻ പോലും പേടിയായി, എന്ത് ചെയ്യാൻ, ടോർച്ചും ഇല്ല. സ്കൂളായിട്ടാണ് പറഞ്ഞത്, അത് കണ്ണ് കാണില്ലെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ രാത്രി എന്ത് വരട്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് ഉറങ്ങും, അത്ര. അത് വാതിലില്ല ഇതിന് പണ്ടാലും ഈ വീടിന്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വാതിലുണ്ട്, ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അതുപോലെ ഇങ്ങനെ തുറന്നു പോരും. ഒന്നും ചെയ്യാൻ പറ്റില്ല, പുറത്തുനിന്നേ പൂട്ടാൻ പറ്റുള്ളൂ. മറ്റേ ഇതിട്ടിട്ട് കുളിക്കാനൊരു ബക്കറ്റ് വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട് അവിടെ, എല്ലാ ഇതിനോട് വലിയ ബക്കറ്റാണ്. അപ്പം ഞാൻ പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് ആ ബക്കറ്റ് എടുത്ത് തട വെച്ചതിന് വന്ന് പോയിരിക്കാൻ. പിന്നെ ബക്കറ്റ് വെള്ളം എടുക്കാൻ പറ്റില്ല, വെള്ളം തീർന്ന ബക്കറ്റിന് വെയിറ്റ് ഇല്ല. ഈ പരടി എങ്ങാനും വന്ന് വെള്ളം ഒലിച്ച് വെച്ചിട്ട് ഞാൻ 4 ദിവസം കുടിച്ചിട്ടില്ല. അല്ലേ? പക്ഷെ വേണിച്ചേട്ടൻ ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇവിടെ മറ്റേ തേക്കടിയിൽ കാട്ടിനകത്ത്. പക്ഷേ ഈ തേക്കടിയിലെ സംഭവം എന്ന് വെച്ചാൽ അവിടെ കാട്ടിൻ്റെ അകത്തൊരു ആരും താമസമില്ലാത്തൊരു സ്ഥലമുണ്ട്, അവിടെ ആൾ താമസം ഇല്ല. ഞാനീ പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഫ്രീ ആണ് അവിടെ. ഇപ്പോൾ ഭക്ഷണമൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം, വെള്ളമില്ല, അതിന് പിന്നെ താഴെ പോയി ലേക്ക് പോയി വെള്ളം എടുത്തുകൊണ്ട് വരണം. അപ്പം കിടങ്ങൊക്കെ ഉണ്ട്, എന്നാലും ആന ചിലപ്പോൾ അകത്ത് കയറും. ഞാനൊരിക്കലും അവിടെ ഉള്ള ആന അകത്ത് വന്നിട്ടുണ്ട്. അകത്തെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു അടുക്കളയും ഇങ്ങനെ കുഞ്ഞൊരു സ്ഥലവും അപ്പുറം ഇപ്പുറം ഒരു 2 മുറി ഇങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് തവണ അവിടെ താമസിച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കും അല്ലാതെയും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടും ഒക്കെ പോയി താമസിച്ചിട്ടുണ്ട്. സിനിമയിൽ നിന്ന് വീണ്ടും ഈ പുസ്തകത്തിലേക്ക് എൻ്റെ ശ്രദ്ധ വരുന്നു വേണിച്ചേട്ടൻ ഇപ്പം സംസാരിച്ചപ്പോൾ. അതായത് വേണിച്ചേട്ടൻ ഈ ലേയിൽ പോയ അനുഭവം. ഞാൻ ഈ ലേയിൽ ആദ്യമായിട്ടൊന്നുമല്ല പോകുന്നത്, ഞാനൊരു 4ാമത്തെ 5ാമത്തെ തവണ ഈ സംഭവം നടന്നപ്പോൾ പോകുന്നത്. പക്ഷേ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് പോയിട്ടുള്ള എല്ലാം സമ്മറിലാണ്. ഇത് ജനുവരി ഫസ്റ്റ് വീക്കിലാണ് നമ്മൾ പോകുന്നത്. അപ്പം എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവർ അനൗൺസ് ചെയ്യും. ഞങ്ങളൊരു 10-12 പേരെ അതിൻ്റെ താഴെപ്പാടേ ഉള്ളൂ ഫ്ലൈറ്റിൽ. അനൗൺസ് ചെയ്യുമ്പോൾ അവരവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ പറയുന്നത്, ഇതിൽ അനൗൺസ് ചെയ്യുന്നത് ബാഹർ കാ താപ്മാൻ. ഞാൻ മൈനസ് കേട്ടില്ല, 12 ഡിഗ്രി എന്നേ കേട്ടുള്ളൂ. മൈനസ് ഒന്നും ഞാൻ കേട്ടില്ല. 12 ഡിഗ്രി കൊള്ളാമല്ലോ. പുറത്തൊന്നും ഇവിടെ സ്നോയൊന്നും ഇല്ല, അവിടെ സ്നോയും ഐസും ഒന്നും ഇല്ല. ഐസുണ്ട്, സ്നോ ഇല്ല. പിന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോഴാണ് -12 വന്നത്. അപ്പം ഞാൻ വരണ്ടു പോയി. എൻ്റെ ലാപ്പോടെ ഒരു കുഞ്ഞൊരു ജാക്കറ്റ് മാത്രമേ ഉള്ളൂ, അപ്പം ഞെട്ടിക്കും, ബാക്കിയെല്ലാം ബാഗില്ല. ഇപ്പം എനിക്ക് ലേയിലെ അനുഭവം എനിക്ക് ഉള്ളയാളാണ്, ഞാനിവിടെ പോയിട്ടുള്ളതാണ്. ഈ ശ്വാസം മുട്ടലിൻ്റെ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. എന്നിട്ടും ഈ -12 എന്ന് കേട്ട് പേടിച്ചിട്ട് ഞാൻ ഈ ടെർമിനലിൽ, ഈ പ്ലെയിനിൽ നിന്ന് ഇറങ്ങി ടെർമിനൽ വരെ ഒരു തരം അര ഓട്ടം നടത്തി. ഒരു 10-100 അടിയെങ്കിലും കാണും. അത് അവിടെ ചെന്നപ്പം ശ്വാസമില്ല, ഇല്ല, ശ്വാസം കിട്ടുന്നില്ല, ഫുൾ ഇരുട്ടായി. ഞാൻ എങ്ങനെയോ തപ്പിപ്പെട്ട് ഞാൻ കണ്ട് 200 അടി മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് ചത്തുപോകാനത് മതി. കളി പറഞ്ഞല്ല, അങ്ങനെ ഈ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഒരു എക്സ്ട്രീം അവസ്ഥയായിരുന്നു ഈ ശ്വാസം കിട്ടാതെ വരുന്നത്. അയ്യോ, അന്നത്തെ തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ രാത്രി -22 ഒക്കെയാണ്. ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ ഇവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഫ്ലൈറ്റില്ല. 3 മാസത്തേക്ക് ഒരു സീറ്റ് പോലും ഇല്ല. ഞങ്ങൾക്ക് ഇതുപോലും അറിയോ, അന്ന് നമ്മുടെ ഇന്ത്യൻ എയർലൈൻസ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഈ മറ്റേ ഇവരുടെ ഒരു ആർമി കോട്ടയിൽ എന്തൊക്കെ ഫ്രോഡ് കാണിച്ചിട്ടാണെന്നറിയോ വന്നത്. ഞങ്ങളൊക്കെ അവിടുത്തെ നാട്ടുകാരാണെന്നുള്ള കള്ള ഐഡൻറ്റിറ്റി ഉണ്ടാക്കി. എന്തൊക്കെ അനുഭവങ്ങളാണ് വേണിച്ചേട്ടൻ്റെ, ഏതൊക്കെ തലത്തിലാണെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതെല്ലാം സിനിമയാന്നേ കാരണം, സിനിമ കൊണ്ടുണ്ടാകുന്നത്. ഞാനിപ്പോൾ ഈ അവസാനം പോയ ഈ 3-4 യാത്ര പുസ്തകമൊക്കെ എഴുതി അത് ഒഴിച്ചാൽ ബാക്കി നമ്മുടെ യാത്രയുടെ 90% നമുക്ക് സിനിമ കൊണ്ട് കിട്ടിയതാണ്. സിനിമയാണ് ശരിക്ക്, സിനിമ ആയതുകൊണ്ടാണ് ഇത്രയും സ്ഥലത്തൊക്കെ ഒരു 70% സ്ഥലത്തെങ്കിലും പോയത് സിനിമ കൊണ്ട്. ഒരിടത്ത് പോകാതിരുന്നതും ഉണ്ട്, സിനിമ കൊണ്ട് തന്നെ കിട്ടിയ അവസരം. സൗത്ത് ആഫ്രിക്കയിൽ അബദ്ധമായി പോയാൽ എന്തെങ്കിലും പോയിരുന്നെങ്കിൽ അയ്യോ. അങ്ങനെ എല്ലാവരും പോകുന്നുണ്ടെന്നല്ലേ എല്ലാവരും പറയും. ഇവിടുന്ന് പോകുന്നുണ്ടായിരിക്കും അങ്ങനെ കള്ളക്കടത്തുകാർ. ഏത് വർഷമായിരുന്നത്? 86-87 അല്ല 86-87 ആയിരിക്കും, 6 എനിക്ക്. അപ്പൊ അന്ന് അപ്പാർത്തൈഡ് ഉള്ളത് കൊണ്ട് ഇന്ത്യ എന്നുള്ളവർക്ക് അല്ല, നമ്മുടെ പാസ്പോർട്ട് വ്യക്തമായിട്ട് അടിച്ചിട്ടുണ്ടെന്നേ, നോട്ട് ആപ്ലിക്കബിൾ ഫോർ സൗത്ത് ആഫ്രിക്ക ഓർ ഇസ്രായേൽ. അത് ഉണ്ട്, അത് നമ്മുടെ ഡിപ്ലോമാറ്റിക്, അത് ക്രിമിനൽ ഒഫൻസ്. അതിപ്പോൾ ചെയ്യുമ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നു. നമ്മുടെ പാസ്പോർട്ട് അവർക്ക് ക്യാൻസൽ ചെയ്യാം. പുസ്തകം വായിക്കാത്തവർക്ക് എന്താ ഞങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലായി കാണുകയില്ല. അതുകൊണ്ട് പുസ്തകം വായിച്ചിട്ട് ഈ കഥയുടെ ബാക്കി
നിങ്ങൾക്കറിയാവുന്നതാണ്, നല്ല ഗംഭീരമായ ഒരു കഥയാണത്. ഉഗ്രനൊരു അതിനകത്ത് വെളിച്ചേട്ടൻ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടെ. പൂച്ചയൊക്കെ ഞാൻ ഒന്നുകൂടെ എണ്ണി നോക്കി, പ്രതിഫലമൊക്കെ ഇത്രയും തന്നെ ആണെന്ന്, അത്രയേറെ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞിട്ടും ഇല്ലീഗലായിട്ടാണെങ്കിലും കുഴപ്പമില്ല, 3 സിനിമ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും വേണിച്ചേട്ടന് വെളിയിലിരുന്ന് സമരം ചെയ്യുന്നവരുടെ ഒരു അത് മാത്രമല്ല, അതുണ്ടായിരുന്നു. അത് തന്നെ ആ സമയത്ത് എനിക്കൊരു ഭയങ്കരമായ നാണക്കേടുണ്ടായി തോന്നി എന്നെ പറ്റി. അല്ലെങ്കിൽ പിന്നെ എംബസി വരെ പോവില്ലല്ലോ. അതെ, അവിടെ നമ്മളൊരു ചില കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അല്ലേ എൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലായി. പക്ഷെ ഇതും എന്നെ ബാധിച്ചു എന്നുള്ളത് സത്യമാണ് കേട്ടോ. ഈ പിന്നെ ഇവർ അവിടെ നിന്നുകൊണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് നമ്മളെ ബാധിക്കും. നമ്മളത് കാണുമ്പോൾ നമുക്ക് ബോധ്യമാവും. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ സിനിമയെക്കുറിച്ച് മേടിച്ചിട്ടും വേറെ എവിടെയും പറഞ്ഞ് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. നെഹ്റുവിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി എന്നൊരു അനുഭവം, അത് ഞാൻ ഇതിൻ്റെ അകത്ത് അതിനെപ്പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. ഗാന്ധി സിനിമയൊക്കെ വന്നു കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ നെഹ്റുവിൻ്റെ 100ാം ജന്മവാർഷികത്തിന് ഇവരൊരു വലിയൊരു നെഹ്റു പ്രൊഫൈലിംഗ് തുടങ്ങി. മേരാ ഭാരത് മഹാൻ എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയാണ് തുടങ്ങിയത്. രാജീവ് ഗാന്ധി അത് ഏറ്റെടുത്തു. അപ്പോൾ അത് വളരെ ഈ പറഞ്ഞൊരു എലീറ്റ് കോൺസെപ്റ്റായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ പറയില്ലേ, ഈ ഒരു അപ്പർ ക്ലാസ് ആർട്ട് എന്ന് പറയില്ലേ, പുപ്പുൽ ജയക്കർ എന്നൊക്കെ പറഞ്ഞാൽ അവർ വലിയ വിദുഷിയാണ്. പക്ഷേ ഷീ ഈസ് വെരി അപ്പർ ക്ലാസ്. അത് ഞാൻ വളരെ മനസ്സിലായി. അവർ ഇന്ദിരാഗാന്ധിയുടെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ വിദേശ പിന്നെ എക്സിബിഷനുകൾ മറ്റേത് മറിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ വലിയ ഹിസ്റ്റോറിയനാണ്. അവർക്ക് നല്ല ചരിത്രബോധമുള്ള ആളാണ്. ഇത് ആർട്ട് പിന്നെ എക്സ്പെർട്ടാണ്. ഈ റൂറൽ ആർട്ടിൻ്റെയൊക്കെ വലിയ എക്സ്പെർട്ടാണ്. അവരെഴുതിയൊരു പുസ്തകമുണ്ട്, എർത്ത് ആൻഡ് ഡ്രം എന്ന് പറഞ്ഞിട്ട്. അതൊരു എന്താ പറയുക, ഒരു ക്ലാസിക്കാണത് ടെറക്കോട്ടയെ പറ്റിയുള്ള. അപ്പോൾ ഇവരുടെ ഒരു ഐഡിയ പ്രകാരം ഈ ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയെ വിദേശ രാജ്യങ്ങളിൽ പരിചയപ്പെടുത്തുക, ഇന്ത്യയുടെ കൾച്ചർ എന്ന് പറഞ്ഞിട്ട് കുറേ സ്ഥലത്ത് നടത്തി. അപ്പോൾ ആ ഫെസ്റ്റിവലിൽ കാണിക്കാൻ വേണ്ടി നെഹ്റുവിനെ പറ്റിയിട്ട് സിനിമ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ സായിപ്പന്മാരെ വിളിച്ചിട്ട്. ഇത് ഇയാളുടെ ഒരു കെനത്ത് ഗ്രിഫിത്തിൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പുള്ളി വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമകൾ മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. പുള്ളിയുടെ പല സിനിമകളും പ്രൊഡ്യൂസേഴ്സ് തന്നെ ഷെൽവ് ചെയ്തിട്ടുണ്ട്, കാണിക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. പുള്ളി അങ്ങനത്തെ ഒരു റാഡിക്കൽ മെൻറ്റാലിറ്റി ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തതായിരുന്നു ഏറ്റവും വലിയ അതിശയം പലർക്കും. എനിക്കന്ന് ഇങ്ങനെ ആരെന്നൊന്നും നമുക്കറിയാൻ വയ്യ. പിന്നീട് ചേട്ടനും ആലോചിച്ചില്ലേ ഇദ്ദേഹത്തെ തന്നെ വേണ്ടിയിരുന്നു? അല്ല, ഞാനെന്തിനാ അങ്ങനെ ആലോചിക്കുന്നത്? ഞാൻ ആലോചിച്ചില്ല. എന്നിട്ട് വേണോ വേറെ വല്ലവരും അത് ചെയ്യാൻ? എനിക്ക് വന്നൊരു പണി ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കാനോ? എന്തിനാ? അതൊക്കെ ഒത്തിരി അതേ 2 പടങ്ങൾ അടുപ്പിച്ച് ഞാനിങ്ങനെ, അതൊക്കെ നമുക്ക് കിട്ടിയ വലിയ ഞാൻ ഈ മുമ്പേ പറഞ്ഞാൽ ഭാഗ്യങ്ങളാണെന്ന് വേണേൽ പറയാം. 2 സിനിമ. ഒന്ന് ഈ മാട്ടി മാനസ്. ഞങ്ങൾ ഇന്ത്യയുടെ ഒരുപാട് നല്ല പ്രധാന ഭാഗങ്ങളെല്ലാം ഒരു ബസ്സിൽ ഞങ്ങൾ ഒരു 10-45 ദിവസം യാത്ര ചെയ്ത് 2 പിന്നെ സമയത്തായിട്ട്. അത് കഴിഞ്ഞിട്ടൊരു ആ പടം കണ്ടിട്ടാണ് ഇവരെന്നെ വിളിക്കുന്നത്. ഇതും ഇതുപോലെ തന്നെ ഈ ഇന്ത്യയുടെ നാനാഭാഗത്തും യാത്ര ചെയ്യേണ്ട ഒരു സിനിമ ചരിത്രത്തോടും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആ സമയത്താണ് നമ്മുടെ ആ പ്രായത്തിൽ, അന്ന് എനിക്ക് 30 വയസ്സ് പോലും ആയിട്ടില്ല. ഇല്ല, അത്ര ആയിട്ടില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഇന്ത്യ മുഴുവൻ ചുമ്മാ ആണെങ്കിലും ഒന്ന് കാണാനുള്ളൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് സന്തോഷമല്ലേ. പണ്ട് പറഞ്ഞായിരുന്നു എഴുത്തെന്നൊക്കെ പറഞ്ഞാൽ വലിയ പണിയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എഴുത്തുകാരനായി. അത് കഴിഞ്ഞ് പിന്നീട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കഥ എഴുതുമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ വലിയ പണിയാന്നേന്ന് പറഞ്ഞു. ഇപ്പോൾ എന്നോട് പറഞ്ഞു ഇതെടുത്ത് വെച്ചിരിക്കുന്നത് ഒരു കഥ എഴുതുക എന്നുള്ള മട്ടിലാണെന്ന്. പിന്നെ അടുത്ത പുസ്തകം കഥയായിരിക്കുമോ? അടുത്ത പുസ്തകം ഞാൻ അതിലെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് നോട്ട് ബുക്കാണ് അടുത്ത പുസ്തകം. വരുന്നുണ്ട്. അത് എഴുതി കഴിഞ്ഞു. അത് ജനുവരിയിലൊക്കെ മിക്കവാറും ഒരു പുസ്തകമായിട്ട് ഇറങ്ങും. അത് നല്ലതെന്ന് നല്ല യാത്രയായിരുന്നു. അത് കുറേ ഉണ്ടായിരുന്നു. ഞാൻ 2 മാസം നീണ്ട യാത്രയായിരുന്നു. ഇതുപോലെ ഇത് ഈ നഗ്നരും നിരഭോജികളും പോലൊന്നുമല്ല. അതൊക്കെ 25 ദിവസം കേസായിരുന്നു. ഇത് 2 മാസം 13,500 കിലോമീറ്റർ, അത്രയും ദൂരം ഞാൻ സർവൈവ് ചെയ്തു. സർവൈവലാണ് പ്രധാനം. കൂടുതൽ പുസ്തകങ്ങൾ, കൂടുതൽ കഥകൾ, സിനിമകൾ ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി ഇനിയും തരട്ടെ എന്ന് ഞങ്ങളോട് തന്നെ ആശംസിച്ചു. കവിത എഴുതുന്നുണ്ടോ? അല്ല, അത് വേണം എഴുതാം. ഇതിലൊരെണ്ണം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് വേണിച്ചേട്ടൻ ഒരു കവിത. അത് കവിതയൊന്നുമല്ല, അതൊരു പാട്ടാണ്. പക്ഷെ ഭയങ്കര രസമുണ്ട് അതിങ്ങനെ മനസ്സിൽ വെക്കുന്നത്. അത് ബോബ് ഡിലന്റെ ലോക പ്രസിദ്ധമായ ഒരു പാട്ടാണ്. അതറിയാൻ വയ്യാത്ത ആളുകൾ കുറവാണ് ലോകത്ത്. ഞാനുണ്ട്. അതെ, അത് എന്താ പറയുക, ഈ നമ്മൾ ഈ ബോബ് ഡിലന് നോബൽ പ്രൈസ് കിട്ടിയപ്പോഴേ
ഒത്തിരി ശുദ്ധ സാഹിത്യകാരന്മാർ അതിനെ എതിർത്തു. കാരണം ഇയാൾ വെറുതെ പാട്ടുകാരനാണ്. ഇപ്പം നമ്മൾ ഈ വേടൻ്റെ കാര്യമൊക്കെ പറയുമ്പം ആളുകൾ പറയുന്നില്ലേ, ഇപ്പൊ വേടനാണ്ട് അവാർഡ് കൊടുത്തു എന്നുള്ള. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പിന്നെ എനിക്കിത് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും ഞാനിത് ഇങ്ങനെ പറയാറില്ലാതാണ്, എന്നാലും പറയാം, എനിക്കൊരു മടിയില്ല പറയാൻ. അതായത് ഇയാളൊരു സ്റ്റാറാണ്. വേടൻ ഒരു യങ് സൂപ്പർ സ്റ്റാറാണ് കേരളത്തിൽ. ഒരുപാട് ഫാൻസ് ഉണ്ട്. ഈ ഫാൻസിൻ്റെ ഇടയിൽ ഒരുപാട് പെണ്ണുങ്ങൾ കാണും. ഇവർക്കെല്ലാം ഇയാളുമായിട്ട് കോണ്ടാക്ട് വേണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും, ഇയാളെ കാണാൻ ശ്രമിക്കുന്നവരായിരിക്കും, ഇയാളുടെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും, ഇയാളുടെ പാട്ടിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ പോകുന്നവരായിരിക്കും. അങ്ങനെ പല സിറ്റുവേഷൻസിൽ ഒരുപാട് സ്ത്രീകളുമായിട്ട് ഇടപെടേണ്ടി വരുന്ന ഒരാൾക്ക് അതിലൊന്നോ രണ്ടോ പേരുമായിട്ട് സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടായാൽ അതിൻ്റെ അകത്ത് എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതെങ്ങനെയാണ് അതൊരു സെക്ഷൽ ഒഫൻസായിട്ട് നിങ്ങൾ കാണുന്നത്? ഇത് റേപ്പൊന്നും അല്ലല്ലോ. ഇപ്പോൾ എന്തോ അതിന് വിവാഹ വാഗ്ദാനം അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, അത് ശരിയല്ല. അയാളൊരു സ്റ്റാറാണ്. അയാൾക്ക് ഒരു സ്റ്റാറിന് ഒരു താരങ്ങൾക്ക് അങ്ങനെ ഒരു ഉണ്ട്. അതൊരു ഫുട്ബോൾ കളിക്കാരനാണെങ്കിലും ഒരു റോക്ക് സിംഗറാണെങ്കിലും ഒരു സിനിമാ നടനാണെങ്കിലും ആരാണെങ്കിലും സ്റ്റാറിനത്തിന് സെക്സ് അപ്പീലുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഇല്ലേ? അതായത് ഇയാളുടെ പാട്ട് സാഹിത്യ ഗുണമില്ല, കവിതയല്ല, ഇത് അങ്ങനെയൊന്നും അല്ല. ഇത് പിന്നെ പഞ്ചാക്ഷരത്തിൽ എഴുതിയാൽ കവിതയാവുള്ളതൊന്നുമില്ല, അല്ല കവിത തന്നെ ആകണമെന്നില്ല. എന്തിനാകുന്നത്? പാട്ടെന്ന് പറഞ്ഞൊരു സ്വതന്ത്ര സാഹിത്യ ശാഖയാണ് പാട്ടെഴുത്ത്. വലിയ മഹാകവികൾ പാട്ടെഴുതിയാൽ എങ്ങനെ ഇരിക്കും നമുക്കറിയാം. നടക്കുകയില്ല, അത്രേ ഉള്ളൂ, അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ONV സാറിനെ പോലത്തെ ആളുകളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാനും അവനും എല്ലാ കാര്യത്തിലും ഇടപെടാന്ന് സംസാരിക്കുന്നവരാണ്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ എന്നെ കൊണ്ട് പറ്റിയില്ലെന്ന്, ശരിയാകില്ലെന്ന്. അപ്പോൾ അത് വേറൊരു പിന്നെ ട്രാക്കാണത്, ഈ പാട്ട് എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോബ് ഡിലൻ ഇപ്പോൾ വേടൻ്റെ പാട്ട് പിന്നെ സാഹിത്യ ഗുണമില്ല എന്ന് പറഞ്ഞ് എനിക്കൊന്നും ഒരു കാര്യമില്ല. പാട്ട് വായിക്കില്ല, പാട്ട് കേൾക്കുക ചെയ്യുന്നത്. പാട്ട് കേൾക്കണം, കേൾക്കാനായിട്ടാണുള്ളത്, അതായത് സാഹിത്യമായിട്ട് വായിക്കാനുള്ളതല്ല. പിന്നെ ഈ വലിയ പിന്നെ തിളക്കമുള്ള വാക്കുകൾ ഉപയോഗിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല സാഹിത്യത്തിൽ. ബോബ് ഡിലന് നോബൽ പ്രൈസ് കിട്ടിയപ്പോൾ ഇത് തന്നെയാണ് ആളുകൾ പലരും പറഞ്ഞത്. ഇതെന്താണ് ചുമ്മാ ഇത് പാട്ടെഴുത്തുകാരൻ, ഇതൊക്കെയാണോ സാഹിത്യം? താങ്ക് യു വെരി മച്ച്.